ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനീതിനാണെങ്കിൽ ഒരു മനസമാധാനവും ഇല്ല. ഇനി അപർണ മുഴുവനും പറഞ്ഞ സത്യമാണോ? ആരായിരിക്കും ആ അടുക്കളക്കഥക് തുറന്നിട്ടുണ്ടാവുക? ആരായിരിക്കും വന്നിട്ടുണ്ടാവുക? ഗിരിധരാണോ? ഗിരിധരൻ മരിച്ചില്ലേ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിനീതിന് അമ്മയുടെ കോള് വരുന്നത്. എന്താ അമ്മേ? അമ്മ എന്താ ഇപ്പം എന്നെ വിളിച്ചത്? മോനെ, ഞാൻ മോനോടൊരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിച്ചത്. എന്താ അമ്മേ? ഞാനേ ഇപ്പം നിൽക്കുന്നത് അമ്പലത്തിലാണ്. ദേ, അപർണയും നീയും കൂടി ഒരു പ്രാവശ്യവും കൂടി ഇങ്ങോട്ട് വരണം. എന്നിട്ട് നമുക്ക് കുടുംബക്ഷേത്രത്തിൽ പോകണം. അമ്മേ, ഇപ്പോഴല്ലേ നമ്മൾ പോയിട്ട് വന്നത്. അതിനു മുമ്പ് തന്നെ ഇനി അപർണയോട് ഈ കാര്യങ്ങളെല്ലാം പറയാമെന്ന് വിചാരിച്ചാൽ മോനെ വന്നേ മതിയാവുള്ളൂ. ഞാൻ ഇവിടെ വന്നപ്പോൾ അപർണയെക്കുറിച്ച് ചില കാര്യങ്ങളെല്ലാം പൂജാരി പറഞ്ഞു. അപർണയ്ക്ക് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് എന്നോട് പൂജാരി പറഞ്ഞത്. അതെല്ലാം ആലോചിച്ച് നോക്കിയപ്പോഴേക്കും എനിക്ക് ഒരു മനസ്സമാധാനമില്ല മോനെ. അതുകൊണ്ടാണ് മോനെ ഞാൻ വിളിച്ചത്. അപർണ വന്നില്ലെങ്കിലും എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇവിടെ കൊണ്ടുവരണം മോനെ. ഇതെല്ലാം കേട്ട് നമ്മുടെ വിനീതിന് ആകെ ടെൻഷൻ തോന്നുകയാണ്. ഇനി അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല അമ്മേ. അപർണ ഞാൻ വിളിച്ചാൽ കൂടെ വരും. നീ എന്നോട് നുണയൊന്നും പറയാൻ നിൽക്കണ്ട. സത്യങ്ങളെല്ലാം എനിക്കറിയാം. നീ കൂടുന്ന് ഉരുണ്ട് കളിക്കാൻ നിൽക്കണ്ട മോനെ. എത്രയും പെട്ടെന്ന് അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ നോക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു പ്രശ്നം തന്നെയാകും. ആ കുട്ടിക്ക് ഒരാപത്തും വരാനായിട്ട് പാടില്ല മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനീതിനോട് ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവിടെ ഫോൺ വെക്കുകയാണ്. അപ്പോഴും വിനീതിൻ്റെ അമ്മ മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദേവിയെ, എൻ്റെ മക്കൾക്ക് ഒരാപത്തും വരുത്തരുതേ. അവർക്ക് അവരുടെ എല്ലാ ഇതും ഒഴിഞ്ഞു മാറണമേ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ വിനീതിൻ്റെ അമ്മയെ നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ നീരജയാണെങ്കിൽ ഇന്നലെ രാത്രി നടന്ന സംഭവത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അലീന ടീച്ചർ വരുന്നത്. അപ്പോൾ അലീന ടീച്ചറാണെങ്കിൽ നീരജയെ കണ്ടിട്ട്, അല്ല അമ്മേ, ഇതെന്ത് പറ്റി? അമ്മയുടെ മുഖത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടല്ലോ. എന്താ പറ്റിയത്? കാര്യം തുറന്ന് പറ. മോള് പറഞ്ഞ ശരിയാണ്. ദേ, ഇന്നലെ ഇവിടെ നടന്ന സംഭവം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ് മോളെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന, എന്താ? അപർണ ഇന്നലെ രാത്രി ഗിരിധരെ കണ്ടെന്നാണ് പറയുന്നത്. ഗിരിധരെ കണ്ടെന്നോ? എന്തൊക്കെയാണ് അമ്മേ പറയുന്നത്? മരിച്ചു പോയ ഗിരിധരെ അപർണ കണ്ടെന്നോ? അതേ മോളെ, അവൾ തറപ്പിച്ച് പറയുന്നു. അവൾ കതകിൻ്റെ ശബ്ദം കേട്ടിട്ട് തുറന്നു നോക്കിയതാ. അപ്പോഴേക്കും ഗിരിധർ നിൽക്കുന്നതായിട്ടാണ് അവൾ കണ്ടത്. ഞങ്ങളാദ്യം വിചാരിച്ച് സ്വപ്നമാണ് മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചെങ്കിലും അവളത് സമ്മതിക്കുന്നില്ല. അവൾ പറയുന്നത് ഉറപ്പായിട്ടും ഞാൻ ഗിരിയെ തന്നെയാണ് കണ്ടത് എന്നൊക്കെയാണ് എന്നോട് സംസാരിച്ചത് മോളെ. എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അമ്മേ, അതിനിവിടെ വിനീത് ഉണ്ടായിരുന്നില്ലേ? വിനീത് ഉണ്ടായിരുന്നു. വിനീതാണല്ലോ പറഞ്ഞത് ആ അടുക്കള വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു എന്ന്. അടുക്കള വാതിൽ തുറന്നു കിടക്കുകയായിരുന്നോ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ കയറിയെന്നുള്ളത് ഉറപ്പ് തന്നെയാണല്ലേ അമ്മേ? അതേ മോളെ, അത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ സംശയം. അപ്പോൾ അപർണ പറയുന്നത് അത് ഗിരിധറാണെന്ന്. എനിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. അമ്മേ, അതെങ്ങനെ വിശ്വസിക്കും? ഇവിടെ ചിലപ്പോൾ വല്ല കള്ളന്മാരും കയറിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് പോയ ഒരാൾ, അത് നമുക്ക് വിശ്വാസമുണ്ട് മരിച്ചു പോയെന്ന്. അത് നമ്മുടെ കൺമുന്നിൽ തന്നെ കണ്ടതുമാണ്. അയാളെ ജീവനോടെ അപർണയുടെ മുന്നിൽ വന്ന് നിന്നെന്നോ? ഇതൊക്കെ അവളുടെ സ്വപ്നം മാത്രമായിരിക്കും. അമ്മ കാര്യങ്ങൾ പറഞ്ഞ് അവൾ വിശ്വസിപ്പിക്കണം മോളെ. ഞാൻ ഒരുപാട് വിശ്വസിപ്പിച്ചു. പക്ഷേ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും എനിക്ക് തോന്നുന്നത് ഇനിയും നമ്മളെ വിട്ട് അപകടങ്ങൾ പോയിട്ടില്ല. എന്തൊക്കെയോ നമ്മളെ പറ്റി ചുറ്റി കളിക്കുന്നുണ്ട് മോളെ. ആലോചിക്കുമ്പോൾ എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? നമുക്ക് അപർണയോട് ചോദിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. അതുവരെ അമ്മൊന്ന് സമാധാനത്തോടെ ഇരിക്ക്. നമുക്ക് എന്താണെങ്കിലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാന്നേ. എന്ത് ചെയ്യാനാ മോളെ? എന്ത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ? ഞാനേതായാലും അപർണയെ ഒന്ന് കാണട്ടെ. ദേ, വിനീതാണെങ്കിൽ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞടക്കുന്ന സ്വഭാവമാണ്, ഉറക്കമില്ലാതെ. പക്ഷേ ആ സമയത്ത് വിനീത് അപർണയുടെ കതക് മുട്ടിയിട്ടില്ലെന്നാ അവൾ പറയുന്നത്. മുട്ടിയപ്പോൾ തുറന്നു നോക്കിയപ്പോഴും ഈ ഗിരിധർ വന്ന് നിൽക്കുന്നതാണ് അവൾ കണ്ടത്. പക്ഷെ ഞങ്ങൾ അവളുടെ കരച്ചിൽ കേട്ട് ഓടി ചെന്നപ്പോഴേക്കും അവൾ ബോധം കെട്ട് നിലത്ത് കിടക്കുന്നു. പിന്നെ അതെങ്ങനെ സംഭവിച്ചു? അത് കട്ടിലായിരുന്നില്ല, നിലത്തായിരുന്നു കിടന്നേച്ചത്. അമ്മേ, സ്വപ്നം കൊണ്ട് അങ്ങനെ പലർക്കും സംഭവിക്കാറുണ്ട്. സ്വപ്നത്തിൽ കൂടെ നടന്നു പോവുകയും വാതിൽ തുറക്കുകയും പിന്നീട് ബോധം കെട്ട് വീഴുകയും അതൊക്കെ സ്വാഭാവികം തന്നെയാണ് അമ്മേ. എന്ന് വിചാരിച്ച് ഗിരിയൊന്നും ആയിരിക്കില്ല. അമ്മ സമാധാനപ്പെട്. ഞാൻ അപർണയെ കണ്ടിട്ട് സംസാരിച്ചിട്ട് വരാം. ശരി മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന നേരെ അങ്ങോട്ട് കയറി പോവുകയും ചെയ്യാണ്. അപ്പോൾ നീരജയ്ക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ. ഇതേ സമയം തന്നെ അപർണ ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ താൻ കതക് തുറന്നതും തൻ്റെ മുന്നിൽ ഗിരിധർ വന്ന് നിന്ന കാര്യങ്ങളെല്ലാം ഒരു നിമിഷം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അപർണയ്ക്ക് കൈയും കാലും കിടന്നിങ്ങനെ നടുങ്ങുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അലീന ടീച്ചർ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ അലീന ടീച്ചറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും
അപർണയ്ക്ക് ഭയങ്കര ആശ്വാസം തൊട്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താ മോളെ, എന്താ മോൾക്ക് പറ്റിയത്? മോൾ എന്തിനാ പേടിച്ച് കരഞ്ഞത്? മോളെ സ്വപ്നം കണ്ടോ? അയ്യോ എൻ്റെ ചേച്ചി, ഇത് സ്വപ്നമല്ല ചേച്ചി, കാര്യങ്ങളെല്ലാം ചേച്ചി അറിഞ്ഞില്ലേ? ആ ഗിരിധർ എൻ്റെ മുന്നിൽ വന്നു നിന്നു ചേച്ചി. മോളെ അതെങ്ങനെ സാധ്യമാവും? ഗിരി മരിച്ചു പോയതല്ലേ, പിന്നെ എങ്ങനെ നമ്മളുടെ മുന്നിൽ വന്ന് നിൽക്കും? അത് എനിക്ക് അറിയില്ല ചേച്ചി. പക്ഷേ ഞാൻ ഇന്നലെ കതക് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ട മുഖം ആ ഗിരിധരൻ്റെ മുഖം തന്നെയാണ്. എനിക്കങ്ങനെ ബോധക്കേടൊന്നുമില്ല. വിനീതേട്ടനാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ കതക് തുറന്നത്. പക്ഷേ മുന്നിൽ വന്ന് നിന്നത് ആ ഗിരിധരായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ ബോധം പോയി ചേച്ചി. ഇല്ല മോളെ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇത് മുഴുവനും നിന്റെ സ്വപ്നം തന്നെയായിരുന്നു. നിന്റെ മനസ്സിൽ നിന്നേ ആ പച്ചപ്പായ സത്യം ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല. നീ ആ സംഭവത്തിൽ ഒരുപാട് ഭയന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം മറന്നെങ്കിലും നിന്റെ മനസ്സിൽ നിന്ന് അത് വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം കാണാനുള്ള കാരണം. ഇല്ല ചേച്ചി, പക്ഷേ ഗിരിധരൻ്റെ മുഖം തന്നെയാണ് ഞാൻ കണ്ടത്. അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എന്നും അപർണയും തലക്കിച്ചുണ്ടിക്കുന്ന സമയത്താണ് വിനീത് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ വിനീതിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീനത് വന്നല്ലോ. എടാ നീ ഇന്നലെ അപർണയെ പേടിപ്പിച്ചോടാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അയ്യോ ടീച്ചറെ, ഞാനൊരു പേടിപ്പിച്ചില്ല ടീച്ചറെ. ഞാൻ ഇന്നലെ അപർണയുടെ റൂമിൻ്റെ അരികിൽ പോയില്ല ടീച്ചറെ. പിന്നെന്താ ഇവിടെ ഇങ്ങനെ സ്വപ്നം കാണുന്നൊക്കെ പറയുന്നത്? ടീച്ചറെ അതൊന്നും എനിക്കറിയില്ല ടീച്ചറെ. ഗിരിയെ കണ്ടെന്നൊക്കെയാണ് അപർണ പറയുന്നത്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇവിടെ ഇങ്ങോട്ട് വന്നത്. എന്ത് കാര്യം പറയാനാണ് നീ വന്നത്? എന്നെ ഇപ്പോൾ കുറച്ച് മുമ്പ് അമ്മ വിളിച്ചിരുന്നു. അമ്മ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് അപർണയും കൊണ്ട് ക്ഷേത്രത്തിലേക്ക് വരണം. ചില പ്രശ്നങ്ങൾ ചുറ്റിപ്പറ്റി അപർണയ്ക്ക് നേരെയുണ്ട് എന്നൊക്കെയാണ് അമ്മ എന്നോട് പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീനയ്ക്ക് ആകെ ടെൻഷൻ തോന്നുകയാണ്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അപർണയും കൊണ്ട് നീ ക്ഷേത്രത്തിൽ പോകണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അപർണ, ഇല്ല എനിക്ക് പോകാൻ പറ്റില്ല. എന്തുകൊണ്ട് പോകാൻ പറ്റില്ല? അപർണ ഒന്ന് വരണോ അപർണേ? നീ എന്തിനാണ് ഇങ്ങനെ കെഞ്ചുന്നത്? അവൾ വന്നില്ലെങ്കിൽ നീ അവളെ വലിച്ചഴിച്ചുകൊണ്ട് പോകണം. അതാണ് നിന്റെ മടക്ക്. അല്ലാതെ നീ ഇങ്ങനെ കിടന്ന് ഇവളുടെ മുന്നിൽ കെഞ്ചേണ്ട ആവശ്യമൊന്നുമില്ല വിനീതേ. ദേ അപർണേ, നീ പോയേ പറ്റുള്ളൂ. ചേച്ചി എനിക്ക് തീരെ വയ്യ ചേച്ചി. എന്ത് വയ്യായിക? ഇപ്പം നിനക്കൊരു പ്രശ്നമില്ല. ഇന്നലെ ഒരു സ്വപ്നം കണ്ടെന്ന് വിചാരിച്ച് നിനക്കൊരു വയ്യായികയോ? വിനീതിൻ്റെ അമ്മയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചേ മതിയാവുള്ളൂ. ചേച്ചി ഇങ്ങനെ എന്നെ നിർബന്ധിക്കരുത്. അപ്പോൾ നമ്മുടെ വിനീതാണെങ്കിൽ ഇതെല്ലാം കേട്ട് സങ്കടപ്പെട്ട്, ടീച്ചറെ അപർണയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ, എനിക്ക് ഇത്രയും മാത്രം പറയാനുള്ളൂ എന്നിങ്ങനെ സംസാരിച്ച് വിനീത് അവിടെ നിന്ന് പോവുകയും ചെയ്യണം. ദേ അപർണെ, നീ കാണിക്കുന്ന മുഴുവനും ഭയങ്കര അഹങ്കാരമായ കാര്യം തന്നെയാണ് കേട്ടോ. ഇതുവരെ നിൻ്റെ അഹങ്കാരത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. വിനീതിൻ്റെ അമ്മയൊന്ന് വിളിച്ചിട്ട് ക്ഷേത്രത്തിൽ പോകാമെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നിനക്ക് വിനീതിനൊപ്പം ക്ഷേത്രത്തിൽ പോയാൽ എന്താ പ്രശ്നം? ചേച്ചി അത് പിന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും പോണം? അവർ വിളിച്ചാൽ എപ്പോഴാണെങ്കിലും നീ പോയേ മതിയാവുള്ളൂ. നിനക്ക് ഞങ്ങൾ വളം വെച്ച് തരുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നീ കൂടുതൽ ഞങ്ങളുടെ തലേക്കറി നിരങ്ങിയാണ്. ദേ അപർണെ, ഇതെല്ലാം നിന്റെ ദോഷമായ കാര്യങ്ങൾ തന്നെയാണ്. ആ പാവപ്പെട്ട അമ്മയെയും വിനീതിനെയും നീ ഇനിയും സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ കൈയൊഴിയും. പൂർണ്ണമായിട്ട് കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ദുരന്തത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. അത് നീ മറക്കാൻ നിൽക്കരുത് അപർണെ. ചേച്ചി എന്തുകൊണ്ട് എൻ്റെ മാനസികാവസ്ഥയും കൂടി മനസ്സിലാക്കുന്നില്ല? അപർണെ, നിൻ്റെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ച് നീ വിനീതിനെയും വിനീതിൻ്റെ അമ്മയെയും ഇങ്ങനെ ഒരുപാടങ്ങോട്ട് ഉപദ്രവിക്കാനായിട്ട് പാടില്ല. നിനക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ എന്താ കുഴപ്പം? നിൻ്റെ അമ്മ അറിഞ്ഞാൽ ഇതെന്തായിരിക്കും പ്രശ്നം? നീ ഇങ്ങനെ കിടന്ന് പെരുമാറരുത്. അമ്പലത്തിലേക്കല്ലേ വിളിച്ചത്, വേറെ എങ്ങോട്ടും അല്ലല്ലോ. നീ അമ്പലത്തിലേക്ക് പോയേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന നേരെ താഴത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യാണ്. അപ്പോഴേക്കും അപർണയ്ക്ക് ആകെ ദേഷ്യവും വരികയാണ്. ഈ സമയം തന്നെ നമ്മുടെ നീരജയാണെങ്കിൽ ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അലീന അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട്, ദേ അമ്മേ, ഒരു പ്രശ്നമുണ്ട്. കുറച്ച് മുമ്പ് വിനീത് അങ്ങോട്ട് വന്നിരുന്നു. അപ്പോൾ വിനീത് പറഞ്ഞത് വിനീതിൻ്റെയും അമ്മയോടൊപ്പം അപർണ അമ്പലത്തിലേക്ക് ചെല്ലണമെന്ന്. അത് അതിനെന്താ കുഴപ്പം? പോട്ടെ. എന്നിട്ട് അപർണ എന്ത് പറഞ്ഞു? അവളുണ്ടോ സമ്മതിക്കുന്നു? അവൾ പറയുന്നത് അവൾക്ക് വയ്യ, എനിക്ക് പോകാൻ കഴിയില്ല എന്നൊക്കെയാണ് അവൾ എന്നോട് പറയുന്നത്. അത് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. വിനീതിൻ്റെ അമ്മ നമ്മളോടൊരു കാര്യം ആവശ്യപ്പെട്ടതല്ലേ, അപ്പോൾ അത് നടത്തിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല മോളെ. അതെ അമ്മേ, ഞാൻ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ ഇവിടം വിട്ട് അവൾക്ക് പോകാൻ തീരെ താല്പര്യമില്ല. അമ്മയാണെങ്കിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ടെന്നോ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നോ ആ ക്ഷേത്രത്തിൽ വരെ ഒന്ന് പോകണമെന്നോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ അപർണയാണെങ്കിൽ അപർണയ്ക്ക് തീരെ വയ്യ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെ സംസാരിച്ച് നിൽക്കുന്നു. അത് പറഞ്ഞാൽ ശരിയാവില്ല. എന്തായാലും അപർണ പോയേ മതിയാവുള്ളൂ. വിനീതേ അത്രയ്ക്ക് നല്ല പയ്യൻ തന്നെയാണ്. എന്ത് ചെയ്യാനാണ്, പെൺകുട്ടികളെല്ലാം ഇങ്ങനെയാണ്. അവരുടെ വീട് വിട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മ അങ്ങനെയൊന്നും പറയണ്ട.
അങ്ങനെയാണല്ലോ. കാരണം സ്വന്തം വീട്ടിൽ ജീവിച്ചിട്ട് പിന്നെ മറ്റൊരുത്തൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പിന്നെ ഒരു 8-9-10 വർഷം കഴിയുമ്പോഴേക്കും അവരുടെ മനസ്സൊന്ന് അടുക്കും. അതുവരെ ഈ ജീവിതത്തിൽ ചില താഴെപ്പിഴകളൊക്കെ ഉണ്ടാകും അമ്മേ. അതൊക്കെ സ്വാഭാവികം തന്നെയല്ലേ. ഇങ്ങനെ പെൺപിള്ളേരെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴോ ശരി ശരി, ഞാൻ ഏതായാലും കുറ്റപ്പെടുത്തുന്നില്ലേ. അപ്പോഴാണ് അപർണ ഇറങ്ങി വരുന്നത്. അപർണേ, എന്താ അപർണ ഇത്? വിനീതും വിനീതിൻ്റെ അമ്മയും പറയുന്നത് മോൾ കേൾക്കണ്ടേ? അവർ ക്ഷേത്രത്തിൽ പോകാനല്ലേ വിളിച്ചത്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോയാലെന്താ കുഴപ്പം? അമ്മേ, ഈ പ്രാവശ്യം പോയി വന്നതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ വീണ്ടും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ എന്താ? വിനീതും അങ്ങനെ തന്നെയല്ലേ. എന്നിട്ട് വിനീത് എന്തെങ്കിലും എതിരഭിപ്രായം പറയാറുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ നീയും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം മോളെ. അമ്മേ, എനിക്കിവിടുന്ന് പോകാനായിട്ട് തോന്നുന്നില്ല അമ്മേ. എനിക്ക് തിരി സുഖമില്ല അമ്മേ. എന്ത് സുഖമില്ലെന്ന്? ശരി, നിനക്ക് സുഖമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനും നിങ്ങളോടൊപ്പം വിനീതിൻ്റെ വീട്ടിലേക്ക് വരുന്നു. എന്താ, പോരെ? അയ്യോ അമ്മേ, അത് പിന്നെ അപ്പോഴേക്കും മലയടിച്ചത്. അതേതായാലും നന്നായി. അമ്മയും കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഭയങ്കര അങ്ങോട്ട് സമാധാനം കിട്ടും. അമ്മേ, അത് പിന്നെ അയ്യോ അമ്മ വന്നു കഴിഞ്ഞാൽ അച്ഛനോട് ഒറ്റക്കായില്ലേ? അതൊന്നും സാരമില്ല. നിൻ്റെ അച്ഛനെ ഒറ്റക്ക് നിൽക്കാൻ ഭയങ്കര ധൈര്യമാണ്. അമ്മേ, അതുമല്ല, ഇവിടെ ആരോ വന്നിട്ടുണ്ട് അമ്മേ. അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഇനി ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിറയൊഴിച്ച തോക്കുണ്ട്. ആ തോക്കെടുത്ത് അവനെ ചുട്ടുകൊന്നോളും. ഇതിനെക്കുറിച്ച് ഓർത്തൊന്നും അപർണ കൂടുതൽ ടെൻഷനാകാൻ നിൽക്കണ്ട. വേണ്ട അമ്മേ, അമ്മ വരണ്ട. അമ്മ വന്നാൽ ശരിയാവില്ല. ഓഹോ, അപ്പോൾ അതാണ് കാര്യം. നിങ്ങളുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ല. അതല്ല അമ്മേ, ഞാൻ പറഞ്ഞല്ലോ അവിടെ സൗകര്യങ്ങളെല്ലാം കുറവാണെന്നേ. സാരില്ല, ഞാനുള്ള സൗകര്യത്തിൽ കിടന്നോളാം. ഞാനേ വിനീതിൻ്റെ അമ്മയോടൊപ്പം കിടന്നോളാം. എന്താ, അതുപോലെ? നീ ഇനി കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട പറഞ്ഞേ. നമ്മളെല്ലാവരും കൂടി ചേർന്ന് അമ്പലത്തിലേക്ക് പോകുന്നു. എന്താ, അതുപോരെ? അമ്മേ, ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട, ഇനി ഒരു കാര്യവും ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട. അപ്പോഴേക്കും നമ്മുടെ അലീന ടീച്ചറും അതെ, ഏതായാലും അമ്മയും കൂടി വരട്ടെ. അമ്മ അവിടെ കുടുംബക്ഷേത്രങ്ങളും പിന്നെ അവരുടെ വീടും എല്ലാം പരിചയപ്പെടുക തന്നെ ചെയ്യാലോ. ക്ഷേത്രത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് മാറി കിട്ടുക തന്നെ ചെയ്യും. അപ്പോഴേക്കും നമ്മുടെ അപർണയുടെ മൂഡ് അങ്ങോട്ട് മാറുക തന്നെ ചെയ്യുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമ്പാടിയാണെങ്കിൽ ചിരിയോ ചിരി. അലീന ഈ സത്യങ്ങളെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്പാടിക്ക് ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? അപ്പോൾ അലീനയാണെങ്കിൽ എന്താ മാഷ് എന്തിനെങ്ങനെ കിടന്ന് ചിരിക്കുന്നത്? പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കും? മരിച്ചുപോയ ഒരാൾ കഥകിൽ മുട്ടിയ അപർണയുടെ മുന്നിൽ വന്നെന്നോ? എൻ്റെ ദൈവമേ, ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ് എൻ്റെ ടീച്ചറെ? അയ്യോ, ഞാൻ പറഞ്ഞ മുഴുവൻ സത്യമാണ്. അവൾ കഥക് തുറന്ന് നോക്കിയപ്പോൾ ഗിരിധർ അവളുടെ മുന്നിൽ വന്ന് നിന്നു. ആ ഗിരിധറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾ ബോധം കെട്ട് വീഴുകയാണ് ചെയ്തത്. എൻ്റെ പൊന്ന് ടീച്ചറെ, ഇതെല്ലാം സ്വപ്നമായിരിക്കില്ലേ? ദേ, ഇനി ഇത്ര സംഭവങ്ങൾ എന്തോരം ഉണ്ടായി. മരിച്ചു പോയ ഒരാൾ എങ്ങനെ തിരിച്ചു വരാനാണ്? അപർണയുടെ മനസ്സിലെ ആ പേടിയുണ്ട്. അതുകൊണ്ടാണ് അപർണ ഇങ്ങനെയെല്ലാം കാണാനുള്ള കാരണം. അതും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്പാടി. പക്ഷേ അടുക്കള വാതിലും തുറന്നിട്ടിരിക്കുകയായിരുന്നു. ചിലപ്പോൾ അടുക്കള വാതിൽ അടയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. എൻ്റെ അമ്പാടി, ഇങ്ങനെ പോലീസ് ഇന്ത്യയോട് ചിന്തിക്കല്ലേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അല്ല, ഇനി വിനീതെങ്ങാനും അവളുടെ റൂമിൽ പോയി കൊട്ടിയതാണോ? ഇല്ല, വിനീത് അങ്ങനെ ഒരു കാര്യം ചെയ്തില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് അതിനുള്ള തൻ്റെടമുണ്ട്. വിനീതിനെ ആട്ടിപ്പായിക്കാനും ഇനി മേലെ ഇങ്ങോട്ട് വന്നു പോകരുതെന്ന് പറയാനുമുള്ള ധൈര്യമൊക്കെ അപർണയ്ക്കുണ്ട്. ആ ധൈര്യത്തോടു കൂടി തന്നെയാണ് അവളും ജീവിക്കുന്നത്. ഞങ്ങളങ്ങനെ പൊട്ടികളാകാനും നോക്കണ്ട. എൻ്റെ ദൈവമേ, ഞാൻ ആരെയും പൊട്ടികളാക്കാനും നോക്കുന്നില്ല. പക്ഷേ വിനീതിൻ്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. അതേ മാഷേ, വിനീത് ഒരു പാവത്തൻ തന്നെയാണ്. വിനീതിനെ ആർക്കും പേടില്ല. അവൻ്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിന് പോലും അവനെ ഒട്ടും പേടില്ല. അങ്ങനെ ഒരാളാണ് വിനീത്. അതുതന്നെയാണല്ലോ ടീച്ചറേ ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ പേടിച്ച് വരേണ്ട നിൽക്കാൻ പാടില്ലല്ലോ ഒരാണിന് പെണ്ണിനെ ഭാഗ്യയ്ക്ക് നിർത്താനായിട്ട് കഴിയണം. ദേ, ഇപ്പോൾ തന്നെ കണ്ടില്ലേ അപർണ എന്താ ചെയ്യുന്നത്? വിനീതിനെയും വിനീതിൻ്റെ അമ്മയെയും ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നു. അതാർക്കും സഹിക്കാനായിട്ട് കഴിയും? അതാർക്കും സഹിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയത് വിനീതിൻ്റെ ഭാഗ്യക്കേട് തന്നെയാണ്. പിന്നെ വിനീത് എല്ലാ പ്രാവശ്യവും ക്ഷമിച്ചിരിക്കുമെന്ന് ടീച്ചർ കരുതണ്ട. അവൻ എപ്പോഴെങ്കിലും തല ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അപർണയുടെ ജീവിതമായിരിക്കും താറുമാറായി പോകാനായിട്ട് പോകുന്നത്. അപർണ കരഞ്ഞ് നിലവിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും. അതുകൊണ്ട് വിനീതിനെയും വിനീതിൻ്റെ അമ്മയെയും സ്നേഹിച്ച് കഴിയാനായിട്ട് പറ. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്. അതായിരിക്കും നല്ലത്. എൻ്റെ മാഷിന് ഇത് പറയാനൊക്കെ എളുപ്പമാണ്. ദേ, മാഷ് തന്നെ ഒരു കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചോ. എന്നിട്ട്
അമ്മയെ സ്നേഹിക്കോ അല്ലെങ്കിൽ ഭാര്യയെ സ്നേഹിക്കോ? എൻ്റെ അമ്മയാണ് എനിക്ക് ഏറ്റവും വലുത്. അമ്മയെ സ്നേഹിച്ചിട്ട് കഴിഞ്ഞിട്ട് മാത്രമേ ഏതൊരു പെണ്ണിനെയും ഞാൻ സ്നേഹിക്കുള്ളൂ. അല്ല അമ്മയുടെ കൂടെ നിൽക്കോ അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ നിൽക്കോ, എൻ്റെ അമ്മയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ എൻ്റെ അമ്മയ്ക്കെതിരെ ഇൻസൾട്ട് ചെയ്ത് ആ പെണ്ണ് എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവളുടെ കാരണടിച്ച് ഞാൻ പൊട്ടിക്കും. പിന്നെ ആ ബന്ധം ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. അല്ല മാഷേ, ഈ അമ്മ ഒരു മോശക്കാരിയാണെങ്കിലോ, മകൻ്റെ ഭാഗത്ത് മാത്രം നിൽക്കുന്ന ഒരു സ്വാർത്ഥതക്കാരിയാണെങ്കിലോ ആ അമ്മ, അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. എന്നിട്ട് അമ്മയെ പറഞ്ഞ് തിരുത്താൻ നോക്കും. അതാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. ന്യായം എവിടെയാണോ ആ ഭാഗത്ത് നിൽക്കുന്നതാണ് എൻ്റെ ഇഷ്ടം എന്ന് അമ്പാടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. എല്ലാ ആണുങ്ങളും ഇങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ. കുടുംബത്തിൽ ശാന്തിയും സമാധാനം കിട്ടാൻ വേണ്ടിയാണ് എല്ലാ ആണുങ്ങളും നോക്കുന്നത്. പക്ഷേ അവരാഗ്രഹിച്ചതുപോലെ ജീവിതങ്ങളൊന്നും കിട്ടാനും പോകുന്നില്ല. പിന്നീട് വരുമ്പോഴാണ് ഡൈവോഴ്സായി ബന്ധം പിരിയണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിർത്താൻ നിൽക്കുന്നത്. പിന്നെ മാഷ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പെണ്ണിനെ നോക്കി തയ്യാറാക്കി വെച്ചോ. അമ്മയ്ക്കും എല്ലാവർക്കും യോജിച്ചു പോകുന്നൊരു പെണ്ണിനെ താലിയെടുത്ത് കരുതി വെച്ചോ. അയ്യടാ, അങ്ങനെ ഞാനിപ്പോൾ താലിയും കരുതി വെച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ പൊന്നു മാഷേ, അതിന് താലി കരുതി വെക്കുന്നത് ഇപ്പോഴല്ല, കല്യാണ സമയമാകുമ്പോഴാണ് താലി കരുതി വെക്കുന്നത്. അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അയ്യോ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ അങ്ങനെ ഒരു പെണ്ണിനെയും കണ്ടുവച്ചിട്ടില്ല. ആണോ? അത് മാഷ് പറഞ്ഞ നുണയല്ലേ? ഒരു നുണയില്ല, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. എനിക്കങ്ങനെ ഒരു പെണ്ണിനെയും കണ്ടുവെക്കേണ്ട കാര്യമില്ല എന്ന രീതിയിൽ പറഞ്ഞതിന് ശേഷം നമ്മുടെ അമ്പാടി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അമ്പാടിയെ നോക്കി ഒന്ന് പുഞ്ചരിച്ച് നിൽക്കുകയാണ് അലീനയും. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂയുടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക്